നിലമ്പൂർ നഗരവികസനം തണൽ മരങ്ങൾക്ക് കോടാലി വീണു. നിലമ്പൂർ നഗരവികസനത്തിന്റെ ഭാഗമായി നിലമ്പൂർ ടൗണിലെ റോഡിന്റെയും ജില്ലാ ആശുപത്രി റോഡിന്റെയും വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് നിലമ്പൂരിലെ ആയിരങ്ങൾക്ക് വർഷങ്ങളായി തണൽ നൽകിയിരുന്ന 3 തണൽ മരങ്ങൾക്ക് വ്യാഴാഴ്ച കോടാലി വീണത്. വേനൽക്കാലങ്ങളിൽ ഈ മരത്തണലുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നടത്തിയത് നിരവധി സമ്മേളനങ്ങൾ. ഈ തണൽ മരങ്ങളുടെ തണലിൽ അല്പം ആശ്വാസം തേടിയെത്താത്ത നിലമ്പൂരുകാർ അപൂർവമായിരുന്നു. നിലമ്പൂർ ചെട്ടിയങ്ങാടിയിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം തലയെടുപ്പോടെ നിന്നിരുന്ന തണൽ മരങ്ങൾ ഇനി ഓർമ്മ മാത്രം. നാടിന്റെ വികസനത്തിന് എതിരല്ലെന്നും എന്നാൽ ഈ തണൽ മരങ്ങൾ നിലനിർത്തി തന്നെ വികസനം നടപ്പാക്കാമായിരുന്നുവെന്നും പ്രവാസി കോൺഗ്രസ് നേതാവും ആർട്ടിസ്റ്റുമായ പട്ടിക്കാടൻ ഷാനവാസ് പറഞ്ഞു. നിലമ്പൂരിനെ സംബന്ധിച്ച് വികസനം വളരെ അനിവാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വികസനങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വികസനങ്ങൾക്ക് ഇവിടെ ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടൊരു വികസനം വളരെയധികം ഖേദകരമാണ്. പ്രത്യേകിച്ച് നമ്മളെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ പൂർവ്വകാല നേതാക്കന്മാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൊടിതോരണങ്ങൾ വഹിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും നിലമ്പൂർക്കാർക്കും മൊത്തം ഒരു തണലേക്കിയ 2-3 മരങ്ങളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടത്. ഒരാൾ പോലും അതിനെതിരെ ഇപ്പോൾ ഈ ഘോരഘോരം പ്രകൃതിയെ കുറിച്ച് സംസാരിക്കുന്ന നേതാക്കന്മാരൊക്കെ സംഘടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നാശം ഇവിടെ നശിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതിനുവേണ്ടി അതിനെ ഒരു ബദലെന്ന നിലക്ക് ഒരു മരം നശിപ്പിക്കുമ്പോൾ 10 മരം നട്ടു വളർത്തുക എന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ പ്രസംഗിക്കുക അല്ലാതെ പ്രവർത്തനത്തിൽ കാണാത്തതിൽ വളരെയധികം ഖേദമുണ്ട്. വികസനത്തിന് ആരും എതിരല്ല, ഒരു പ്രകൃതി സ്നേഹി വികസനത്തിനെതിരല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ബദലായിട്ട് എന്തെങ്കിലും കണ്ടുകൊണ്ട് വേണ്ടിയിരുന്നു ഇത്തരം കാര്യങ്ങൾ നശിപ്പിക്കാൻ. ഒരു മരം മുറിക്കുമ്പോൾ 3 മരങ്ങൾ പകരം വെക്കണമെന്ന് പ്രസംഗിക്കുന്ന ആരും ഈ തണൽ മരങ്ങൾ മുറിച്ചപ്പോൾ പരിസരത്ത് പോലും കണ്ടില്ലെന്നും ഷാനവാസ് പറഞ്ഞു. നിലമ്പൂരിന് വലിയ നഷ്ടമാണ് ഈ തണൽ മരങ്ങൾക്ക് കോടാലി വീണതോടെ ഉണ്ടായിരിക്കുന്നത്. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.